അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറബിക് പെഡഗോഗിയിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന മിഷൻ പെഡഗോഗി മോക്ക് ടെസ്റ്റ് 4-ാമത്തെ ഭാഗമാണിത്. നിങ്ങൾ 3 മോക്ക് ടെസ്റ്റുകൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ അഷാൽ മിന തസ്രീഹി അത്തസ്രീഹത്തിൽ ആത്തിയ അനി തഖ്വീം. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിനെ തിരഞ്ഞെടുക്കാനാണ്. ഏതുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്? അനി തഖ്വീം. തഖ്വീം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ. അപ്പോൾ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ആദ്യം വായിക്കാം. തഖ്വീം അമലിയ മുസ്തമിറ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇവാലുവേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഗാലിബൻ ലാ യഅ്കിസു തഖ്വീം അലാ മുസ്തവൽ ഹഖീഖി ലിത്തുല്ലാബ്. അലാ മുസ്തവൽ ഹഖീഖി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലെവല്, കുട്ടികളുടെ യഥാർത്ഥ ലെവല് തഖ്വീമിലൂടെ റിഫ്ലക്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഒരു തഖ്വീമിലൂടെ, മൂല്യനിർണ്ണയത്തിലൂടെ കുട്ടികളുടെ യഥാർത്ഥ ലെവലിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തഖ്വീം മുർത്തക്കിസുൻ അലൽ അമലിയ. ഇവാലുവേഷൻ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ വായിച്ചു. നമ്മൾ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് കുട്ടികളുടെ യഥാർത്ഥ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുട്ടികളുടെ ലെവൽ എത്രത്തോളം ഉണ്ട്, അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞത് ലാ യഅ്കിസു എന്നാണ്. ആ ഇവാലുവേഷനിലൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായി വരുന്നത് അല്ലേ? ഒൺലി സെക്കൻഡ്. രണ്ടാമതായി പറഞ്ഞത് മാത്രമാണ് ഇവിടെ ഷാദായ പ്രസ്താവനയായി വന്നിരിക്കുന്നത്. തഖ്സിമു ഹുഖൂഖൽ അത്ഫാൽ ബിഖുസൂസി തഅലീം ഇലാ 3 മനാതിഖിൻ ഹാമ മാഹിയ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ റൈറ്റിനെ, കുട്ടികളുടെ അവകാശത്തെ 3 പ്രധാന ഏരിയയായി തിരിച്ചിരിക്കുന്നു. അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശത്തെ പ്രധാനപ്പെട്ട 3 മനാത്തിക്കായി തിരിച്ചിരിക്കുന്നു. അത് ഏതാണ്? അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ആൻസർ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ അൽ മുഷാറക്ക. മുഷാറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പേഷൻ. അതേപോലെ തൗഫീർ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ. അതേപോലെ തന്നെ ഹിമായ, പ്രൊട്ടക്ഷൻ. രണ്ടാമത്തേത് മുഷാറക്ക തന്മിയ, ഗ്രോത്ത്. തൗജീഹ്, ഗൈഡൻസ്. അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് തന്മിയ, ഗ്രോത്ത്, പ്രൊട്ടക്ഷൻ, തഖ്ദീം, പ്രസൻറ്റേഷൻ അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പോയിൻറ്റ്സുകളായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 12, ആർട്ടിക്കിൾ 23, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 5 ഇതിലെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും. ആർട്ടിക്കിൾ 2-ൽ പറഞ്ഞിരുന്നത് എന്താണ്? റൈറ്റ് ടു പ്രൊട്ടക്ഷൻ. അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ? അതാണ് ഹിമായ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 12-ൽ എന്താണ് പറയുന്നത്? റൈറ്റ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ഫോർ പ്രസൻറ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നതിനുള്ള അവസരം നൽകുക അല്ലേ? ആർട്ടിക്കിൾ 23 റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. അവർക്കെന്താണ് പിന്നെ പങ്കാളിത്തത്തിനുള്ള, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് മുഷാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആർട്ടിക്കിൾ 5-ൽ പറഞ്ഞിരിക്കുന്നു റൈറ്റ് ഫോർ
ഡയറക്ഷൻ ആൻഡ് ഗൈഡ്, അവർക്ക് എന്ത് വേണം? പിന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള, ദിശക്കും മാർഗനിർദ്ദേശത്തിനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ലഭിക്കേണ്ട റൈറ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ മുഷാറക്ക, അതായത് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതേപോലെ തന്നെ തൗഫീർ, അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഹിമായ അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, ഗ്രോത്ത്, തൗജീഹ് ഗൈഡ് ലൈനിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്, തഖ്ദീം പ്രസൻറ്റേഷനുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റിൽപ്പെട്ട കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം വായിച്ചാൽ അവിടെ പ്രത്യേകം കൊടുത്തിരിക്കുന്നു ഇലാ സലാസി മനാത്തിക്കിൻ ഹാമ, സലാസ് മനാത്തിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ മുഷാറക്ക നമ്മൾ വായിച്ചു, തൗഫീർ, ഹിമായ, തൻമിയ, തഖ്ദീം, ഇതെല്ലാം നമ്മൾ തൗജീഹ് എല്ലാം വായിച്ചു. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? 3 പ്രധാനപ്പെട്ട ഏരിയയെക്കുറിച്ചാണ് പറയുന്നത്. സലാസ് മനാത്തിക്കിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സലാസ് മനാത്തിക്ക് ഏതാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, ദ 3 P's, 3 Pകൾ, പ്രധാനപ്പെട്ട 3 Pകളാണ് എന്ത് അവരുടെ പ്രധാനപ്പെട്ട റൈറ്റായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അതേതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ, അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ. ഈ 3 കാര്യങ്ങളാണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, അൽ മുഷാറക്ക, തൗഫീർ, ഹിമായ, ഈ 3 കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അസ്സഹീഹ മിന തസ്രീഹാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായത് എഴുതുക. എന്താണ്? മാഹിയ മീസത്തുൽ മിൻഹാജ് ദിറാസിയ മുത്തബഅ ഹാലിയൻ, കറൻ്റ്ലി ഫോളോ ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പോയിൻറ്റ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. മീസത്തുൽ മനാഹിജ് ദിറാസിയ മുത്തബിയ ഹാലിയൻ, കറൻ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ്, തർക്കീസു അലൽ ഇൻജാസാത്തി തഅലീമിയ ലദ ദാരിസീന അലാ സത്ഹിൽ അഖിലി വൽ അമലി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുട്ടിയുടെ ആക്ടിവിറ്റി ആൻഡ് കോഗ്നിറ്റീവ് മേഖലയിലുള്ള പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിക്കുക. തർക്കീസ് കേന്ദ്രീകരിക്കുന്നു അല ഇൻജാസാത്ത് തലീമിയ, പഠന നേട്ടങ്ങൾ. എങ്ങനെ? ലദ ദാരിസീന, വിദ്യാർത്ഥിയുടെ അടുക്കലുള്ള പഠന നേട്ടങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. അല സത്ഹിൽ അഖിലി വൽ അമലി, അവരുടെ ആക്ടിവിറ്റി ആൻഡ് കോഗ്നിറ്റീവ് മേഖലയിലുള്ള പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിക്കുന്നു. രണ്ടാമത്തേത്, തർക്കീസ് അല തൻഷിയത്തി ദാരിസ് ഇജ്തിമാഇയൻ വിഫ്കൻ അല ഇക്തിസാബിൽ മആരിഫ് അൻ ത്വരീഖ് ദിറാസിയ തശാറുക്കിയ. തർക്കീസ് കേന്ദ്രീകരിക്കുന്നു അല തൻഷിയത്തി ദാരിസ്, കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ, ഇജ്തിമാഇയൻ എങ്ങനെ? സാമൂഹികമായിട്ട് രൂപപ്പെടുത്തുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. അതിനുള്ള അറിവ് കുട്ടിക്ക് എങ്ങനെ ലഭിക്കുന്നത്? വിഫ്കൻ അല ഇക്തിസാബിൽ മആരിഫ് അനി ത്വരീഖ് ദിറാസിയ തശാറുക്കിയ, കുട്ടിയുടെ കൊളാബറേറ്റീവ് ലേണിങ്ങിൽ നിന്ന് അവൻ നേടിയെടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു അൽ കായിം അല നദിരിയത്തുൽ ബന്നായിയ ഇൽമിയ, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിൽ നിലകൊണ്ടുകൊണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതും ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ ഭാഗമായി വരുന്നതുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ആൾ ഓഫ് ദി അബോ എന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാഹിയ അൽ മൻഹജുൽ ബന്നായിയ ഇൽമിയ ഹക്കീക്കിയൻ, എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ബേസിലെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്? എന്താണ് കൺസ്ട്രക്റ്റിവിസം ബേസിലെ ആ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സുകൾ എന്തെല്ലാമാണ്? യുംകിനു ബിനാ ഉൽ മഅലൂമാത്ത് തൊബീഇയ്യൻ ബിവാസിതത്തി അൽ അൻഷിദത്തി ദിറാസിയ, പഠന പ്രവർത്തനങ്ങളിലൂടെ നൈസർഗികമായി അറിവുകൾ ഫോം ചെയ്യാൻ പറ്റും. അത് ശരിയാണല്ലേ? യുംകിനു ബിനാ ഉൽ മഅലൂമാത്ത്, അറിവുകളെ ഫോം ചെയ്യാൻ സാധിക്കുന്നു.
തൊബിഇയ്യൻ നൈസർഗികമായിട്ട് തന്നെ ബിവാസിതത്തി അൽ അൻഷിദത്തി ദിറാസിയ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്. രണ്ടാമത്തെ പോയിന്റ് ബിനാ ഉൽ മഅലൂമാത്ത് ദാരിസ് അൽ മുക്തസിബ മാ ബിഅത്തിൽ അഫ്കാരി വൽ മആനിൽ മുത്തവഫിറ എന്ന് പറഞ്ഞാൽ തൻ്റെ ചുറ്റുപാടുമുള്ള ചിന്താമണ്ഡലത്തിൽ നിന്നും ലഭ്യമായ ആശയങ്ങളാലും കരസ്ഥമാക്കിയ ഇൻഫർമേഷൻ അവനെന്ത് ചെയ്യുന്നു, ഫോം ചെയ്യാൻ സാധിക്കുന്നു. ബിനാ ഉൽ മഅലൂമാത്ത് ദാരിസ് അൽ മുക്തസിബ, വിദ്യാർത്ഥി കരസ്ഥമാക്കിയിട്ടുള്ള അറിവിനെ ഫോം ചെയ്യാൻ അവന് സാധിക്കും. എങ്ങനെ? മാ ബിഅത്തിൽ അഫ്കാർ, അവൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്നും, അതുപോലെ തന്നെ വ മആനി അൽ മുത്തവഫിറ, അവൻ കരസ്ഥമാക്കിയിട്ടുള്ള അവന് ലഭ്യമായിട്ടുള്ള അവൈലബിലിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവനിതെല്ലാം ഫോം ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തേത് ലാ ഹാജത ഇലാ മഅരിഫത്തി സാബിക, കൺസ്ട്രക്റ്റിവിസത്തിന് അല്ലെങ്കിൽ അത്തരമൊരു കരിക്കുലത്തിൽ പ്രീവിയസ് നോളജിൻ്റെ ആവശ്യം ഇല്ല. പ്രീവിയസ് നോളജിൻ്റെ ആവശ്യം ഇല്ല. അത് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇഖ്തർ അൽ ഖത അൻ മബാദി അമലിയത്തി തഖ്വീം. തഖ്വീം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ അല്ലേ? അപ്പോൾ ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കുക. ഇഖ്തർ അൽ ഖത, തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അൻ മബാദി അമലിയത്തി തഖ്വീം, ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന്. ഓപ്ഷൻ എ അമലിയത്തുൻ ലാ തുർബിതു ബിൽ അഹ്ദാഫ് എന്നാണ് കേട്ടോ. ഓക്കെ, അമലിയത്തുൻ ലാ തുർബിതു ബിൽ അഹ്ദാഫ് എന്ന് പറഞ്ഞാൽ ഗോളുമായി ഒരു ബന്ധമില്ലാത്ത പ്രോസസ്സാണ്. തഖ്വീം എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യമാക്കുന്ന, നമ്മൾ ക്ലാസ്സിൽ നിന്ന് ലക്ഷ്യമാക്കിയിരിക്കുന്ന ഒബ്ജക്റ്റീവുമായി ഒരു ബന്ധവുമില്ലാത്ത, നമ്മുടെ ലക്ഷ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രോസസ്സാണ് തഖ്വീം, ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിയാണോ? ഓപ്ഷൻ ബി അമലിയത്തുൻ മുസ്തമിറ തിവാലൽ ആം, ഒരു ഇയർ മൊത്തം നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അമലിയത്തുൻ മുസ്തമിറ, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. തിവാലൽ ആം, വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന. മൂന്നാമത്തെ ഓപ്ഷൻ വസീലത്തുൻ ഇല തഹ്സീനിൽ അദാ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു മാർഗമാണിത്. പഠനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ നടക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരു മാർഗമാണ് എന്ത്? തഖ്വീം എന്നുള്ളത്. ഓപ്ഷൻ ഡി വസീലത്തുൻ ഇല തത്വീർ, ഡെവലപ്മെൻ്റ് ഉണ്ടാവാനുള്ള ഒരു മാർഗമാണ്. കുട്ടികളിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് തഖ്വീം എന്നുള്ളത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഈ ഓപ്ഷൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ മനസ്സിലായിട്ടുണ്ട് അല്ലേ? കാരണം തഖ്വീം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ശരിയല്ല. അമലിയത്തുൻ ലാ തുർബിതു ബിൽ അഹ്ദാഫ് എന്ന് പറയുന്നത് ശരിയല്ല. നഖ്ലുൽ മശാഇർ വൽ അഹാസീസ് വതഅബീർ അൻഹാ ബിത്വരീഖത്തിൻ തഹ്രീരിയ. മശാഇർ വൽ അഹാസീസ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സിന് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ ഫീലിങ്സിനെ മാറ്റുവാനും വതഅബീർ അൻഹ, അതിനെ പ്രകടിപ്പിക്കുവാനും എങ്ങനെ? ബിത്വരീഖത്തിൻ തഹ്രീരിയ, ഒരു റൈറ്റിംഗ് രീതിയിലൂടെ, അതായത് എഴുത്തിലൂടെ അതിനെ പ്രകടിപ്പിക്കുവാനുമുള്ള ഒരു മാർഗമാണ് ഇത്. ത്വരീഖത്തിൻ തഹ്രീരിയ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലൂടെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യണത്? പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളതിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ഖിറാഅ, ഓപ്ഷൻ ബി തഹദ്ദുസ്, ഓപ്ഷൻ സി ഇസ്തിമാ, ഓപ്ഷൻ ഡി കിതാബ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ത്വരീഖത്തുൻ തഹ്രീരിയ, ഈ തഹ്രീരിയ എന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? മൊത്തം ആൻസർ തെറ്റിപ്പോകും അല്ലേ? അപ്പോൾ ഈ ത്വരീഖത്തിൻ തഹ്രീരിയ എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായാൽ പിന്നെ നമുക്ക് നോ ഡൗട്ട്. ഇഖ്തർ അസ്സഹീഹ്, ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? മിനൽ ആത്തിയ അൻ അസ്ഹാബിൽ ഹുമമി. അസ്ഹാബിൽ ഹുമം എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ്.
എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഭിന്നശേഷി ഒക്കെയുള്ള അത്തരം ആളുകളിലെ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ്. അപ്പം അവരുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഇയാക്കത്ത് ദിഹിനിയ. ഇയാക്കത്ത് ദിഹിനിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി വൈകല്യമുള്ളവർ. ഓപ്ഷൻ ബി അൽ ഖലലുൻ നഫ്സി. ഖലലുൻ നഫ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികമായിട്ടുള്ള എന്താണ്? ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾ, സൈക്കോളജിക്കലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾ. ഓപ്ഷൻ സി ലോഫുൽ ബസർ, അതേപോലെ തന്നെ കാഴ്ച വൈകല്യമുള്ള ആളുകൾ. ഓപ്ഷൻ ഡി ജമീ ഉമാദുക്കിറ. അപ്പോൾ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് എന്നുള്ള ഗണത്തിൽ ഈ 3 തരത്തിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. തുർക്കു തഅലീമുൽ ഹാലിയ തുറക്കിസു അല എന്ന് പറഞ്ഞാൽ, തുർക്കു തഅലീമുൽ ഹാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ്. ഇപ്പോൾ നിലവിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് എല്ലാം കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ്? ഓപ്ഷൻ എ തൽഖീൻ. തൽഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊല്ലിക്കൊടുക്കൽ. ഓപ്ഷൻ ബി തഅലീമു തഫാഉലി, ഇൻട്രാക്ട് ചെയ്തുകൊണ്ടുള്ള പഠനം. ഓപ്ഷൻ സി ഹിഫ്ൽ. ഹിഫ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈഹാർട്ട്. ഓപ്ഷൻ ഡി അൽ വാജിബാത്തുൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക്. ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്നത്? ഇതും വെരി സിമ്പിളാണല്ലേ. കാരണം മുമ്പത്തെ പോലെ എന്താണ്? ചൊല്ലിക്കൊടുക്കലും ബൈഹാർട്ടാക്കലും അങ്ങനെയൊന്നുമല്ല. ഇപ്പം എന്താണ്? ഇൻട്രാക്റ്റ് ആണല്ലേ. പരസ്പരം എന്താണ്? അധ്യാപകർ വിദ്യാർത്ഥികളൊക്കെ എന്താണ്? ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അത്തഅലീമു തഫാഉലി എന്നതാണ് കറക്റ്റ് ആൻസർ. യകൂമുൽ ഇത്തിസാൽ ബിത്തബാദുലിർ റസായിൽ ബൈനൽ മുർസലി വ ഡാഷ്. യകൂമുൽ ഇത്തിസാൽ, കമ്മ്യൂണിക്കേഷൻ നിലകൊള്ളുന്നത്. ബിത്തബാദുലിർ റസായിൽ, തബാദുലി പറഞ്ഞാൽ ഷെയർ ചെയ്യുക. ബിത്തബാദുലിർ റസായിലി, സന്ദേശങ്ങളെ ഷെയർ ചെയ്യാനാണ്. എവിടെ? ബൈനൽ മുർസലി വ ഡാഷ്. അൽ റിസാല, അൽ ഹദഫ്, അൽ മുസ്തഖ്ബൽ, അൽ വസീല. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ. സെൻഡറിനും റിസീവറിനും ഇടയിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ യകൂമുൽ ഇത്തിസാൽ ബിത്തബാദുലിർ റസായിൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സന്ദേശങ്ങൾ ഷെയർ ചെയ്യാനാണ്. ബൈനൽ മുർസലി വൽ മുസ്തഖ്ബൽ, സെൻഡറിനും റിസീവർക്കും ഇടയിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ചോദ്യം വളരെ ചെറുതാണ്, ഓപ്ഷനും ചെറുതാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. നമുക്ക് നോക്കാം. മിമ്മ ലാ യലീഖു ബി ഇക്തിസാബിൽ ലുഗ. മിമ്മ ലാ യലീഖു, ലാ യലീഖു എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിക്കാത്തത് അല്ലേ. മിമ്മ ലാ യലീഖു, യോജിക്കാത്തത്. ബി ഇക്തിസാബിൽ ലുഗ, ഭാഷാ അക്വിസിഷൻ, ഭാഷാ സമ്പാദനവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് യോജിക്കാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ അൽ ലുഗത്തു സാനിയ, രണ്ടാം ഭാഷ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്. ഓപ്ഷൻ ബി വൈറു ഷുഊരിയ. വൈറു ഷുഊരിയ എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് റിലേറ്റഡ് അല്ലാത്തത്, ഒരു ഫീലിംഗ് റിലേറ്റഡ് അല്ലാത്തത്. ഓപ്ഷൻ സി മർഹലത്തുൻ സാബിക്ക, അതിന് ഒരു പ്രീവിയസ് സ്റ്റേജ് ഉണ്ട്, അതിനൊരു പ്രീവിയസ് സ്റ്റേജ് ഉണ്ട്. ഓപ്ഷൻ ഡി അമലിയ വൈറു മുനല്ലമ, അത് ഒരു നോൺ ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. അത് ഒരു നോൺ ഓർഗനൈസ്ഡ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പ്രത്യേകം എന്താണ് വ്യവസ്ഥാപിതമായിട്ടൊരു വ്യവസ്ഥ ഉണ്ടാക്കി അങ്ങനെ നേടുന്നതല്ല, നോൺ ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. ആദ്യം നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അൽ ലുഗ സാനിയ എന്നതാണ്, സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ ഭാഷ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ശരിയാവാതെ വന്നിരിക്കുന്നത് രണ്ടാം ഭാഷ, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മുടെ രണ്ടാം ഭാഷ എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു ഭാഷ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്, ലേണിംഗ്, നമ്മൾ പഠിക്കുകയാണ്, തഅല്ലുമാണ്,
നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇക്തിസാബല്ല, അക്വിസിഷൻ ചെയ്യലല്ല, നമ്മളത് പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, നമ്മുടെ മാതൃഭാഷ നമ്മൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയതാണോ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ ചെറിയ മക്കളൊക്കെ എങ്ങനെ ഭാഷ എങ്ങനെ പഠിച്ചത്? നമ്മളെങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഭാഷ പഠിച്ചിരുന്നത്? അപ്പം നമ്മൾ ആ ഭാഷ പഠിക്കുമ്പോൾ എന്താണ്, അത് വൈറ് ഷൂരിയ, അത് നമ്മുടെ ഫീലിംഗ് റിലേറ്റഡ് അല്ലായിരുന്നു അല്ലേ? നമ്മൾ അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ കുട്ടി അത് പഠിച്ചത്. എനിക്ക് ഈ ഭാഷ ഒന്ന് പഠിക്കണം, എന്നിട്ട് എൻ്റെ മാതാപിതാക്കളോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഒരു കുട്ടി അത് പഠിച്ചതല്ല. അപ്പോൾ അത് ഫീലിംഗ് റിലേറ്റഡ് അല്ല, അത് ഫീലിംഗ് റിലേറ്റഡ് അല്ല എന്ന് നമുക്ക് പറയുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ മർഹലത്തുൻ സാബിക്ക, അതിനൊരു പ്രീവിയസ് സ്റ്റേജ് ഉണ്ട്. ഒരു കുട്ടിനെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അക്ഷരങ്ങളിലെ ചെറിയ ചെറിയ രൂപത്തിൽ ഉപ്പ, ഉമ്മ, അമ്മ, അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ്? വളരെ ചെറിയ പൊട്ടിച്ചുകൊണ്ടാണ് അവർ വിളിക്കല്. കറക്റ്റ് അത് വരൂല. അപ്പോൾ അവർക്ക് അത് കറക്റ്റായിട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു പ്രീവിയസ് സ്റ്റേജ് അതിനില്ലേ? അതിനുണ്ട്. അപ്പോൾ ഭാഷാ സമ്പാദനത്തിന് ഒരു പ്രീവിയസ് സ്റ്റേജ് എന്തുണ്ട്? ഉണ്ട്. അതേപോലെ അമലിയ വൈറ് മുനല്ലമ, അത് ഒരു നോൺ ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. അതിങ്ങനെ ഒരു വ്യവസ്ഥ വെച്ച് ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചതാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഭാഷ അക്വിസിഷനുമായി യോജിക്കുന്നതാണ് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. എന്നാൽ ലുഗ സാനിയ, നമ്മൾ രണ്ടാം ഭാഷ പഠിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ രണ്ടാം ഭാഷ നമ്മൾ പഠിക്കുന്നു. അറബി ആവട്ടെ, ഹിന്ദി ആവട്ടെ, ഉറുദു ആവട്ടെ, ഇതൊക്കെ രണ്ടാം ഭാഷ എടുത്ത് പഠിക്കുമ്പോൾ എന്താണ്, അത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി അത് സെലക്ട് ചെയ്ത് അതിലെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ആ ഭാഷ പഠിച്ചത്. എന്നാൽ ഭാഷാ സമ്പാദനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.